ഹായ് ഫ്രണ്ട്സ്, മറ്റൊരു വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പോൾ ക്രിസ്മസ് വരുമല്ലേ, അപ്പോൾ ക്രിസ്മസ് വരുന്നതുകൊണ്ട് നമ്മളെന്തായാലും കുറച്ച് ക്രിസ്മസ് പർച്ചേസ് ഒക്കെ നേരത്തെ ഒന്ന് ചെയ്യാമെന്ന് വിചാരിച്ചിട്ട് ഇറങ്ങിയതാണ്. അപ്പോൾ കുറച്ച് ക്രിസ്മസ് ട്രീയും അല്ലെങ്കിൽ അതിൻ്റെ അലങ്കാരങ്ങളും മറ്റു സാധനങ്ങളൊക്കെ വാങ്ങിക്കാൻ വേണ്ടിയിട്ട് ഇറങ്ങിയതാണ്. അപ്പോൾ ആദ്യം നമ്മൾ നെടുമങ്ങാടാണ് പോയി നോക്കിയത്. പക്ഷേ നെടുമങ്ങാട് ഇതിൻ്റെ സാധനങ്ങളൊന്നും വന്നിട്ടില്ല, കാരണം ഡിസംബർ ആവുന്നതല്ലേ ഉള്ളൂ, നവംബർ അവസാനമല്ലേ ആയിട്ടുള്ളൂ. അപ്പോൾ അതുകൊണ്ട് തന്നെ സിറ്റിയിലോട്ട് പോകാമെന്ന് വിചാരിച്ചു. അങ്ങനെ നമ്മൾ നേരെ സിറ്റിയിലോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ്. ഇപ്പോൾ തിരുവനന്തപുരം നമ്മൾ നഗരത്തിലോട്ടൊക്കെ ഇറങ്ങുമ്പോൾ ഇപ്പോൾ അനുഭവിക്കുന്ന ഒരു പ്രധാനപ്പെട്ട കാര്യം എന്ന് പറയുന്നത് ഭയങ്കര തിരക്കാണ് ഇപ്പോൾ. അതായത് 1-2 വർഷമായിട്ട് ഇപ്പോൾ നോക്കുവാണെങ്കിൽ, പണ്ടൊക്കെ രാവിലെ ഒരു ഓഫീസ് ടൈമൊക്കെ കഴിഞ്ഞ് കഴിഞ്ഞാൽ പിന്നെ തിരക്കുണ്ടാവില്ല. പിന്നെ വൈകുന്നേരം ഒരു 4 മണി തൊട്ട് 6-7 മണി വരെ തിരക്കുണ്ടാവും, അതിനുശേഷം തിരക്കുണ്ടാവില്ല. പക്ഷേ ഇപ്പോൾ തിരുവനന്തപുരം സിറ്റിയിലോട്ട് ഇറങ്ങിക്കഴിഞ്ഞാൽ മൊത്തത്തിൽ തിരക്കാണ്. സോ അങ്ങനെ ഒരു അവസ്ഥയാണ് ഇപ്പോഴത്തെ ഒരു ട്രിവാൻഡ്രം സിറ്റി എന്ന് പറയുന്നത്. അപ്പോൾ നമ്മൾ നേരെ പോയത് സ്റ്റൈൽ പ്ലസിലോട്ടാണ്. അപ്പോൾ സ്റ്റൈൽ പ്ലസിലോട്ട് പോയ സമയത്ത് അതിനകത്തുള്ള സാധനങ്ങൾക്ക് കുറച്ച് എക്സ്പെൻസീവാണ്. എക്സ്പെൻസീവ് എന്ന് പറയുന്നത് നെഗറ്റീവായിട്ട് പറയുന്നതല്ല, അത്യാവശ്യം നല്ല ക്വാളിറ്റി സാധനങ്ങളാണ്. അപ്പോൾ നമുക്ക് അത്രയും വലിയ ക്വാളിറ്റി സാധനങ്ങളൊന്നും വേണ്ട എന്നുള്ളത് കൊണ്ട് പതുക്കെ അവിടെ നിന്ന് ഇറങ്ങി. പക്ഷേ അവിടെ ഉണ്ടായിരുന്ന സാധനങ്ങളെല്ലാം ഭയങ്കര ക്വാളിറ്റി അല്ലെങ്കിൽ ബ്രാൻഡഡ് സാധനങ്ങളാണ്. സോ അവിടെ നിന്ന് ജസ്റ്റ് ഇറങ്ങിയിട്ട്, നമ്മൾ വൈകുന്നേരം ഇറങ്ങിയതല്ലേ, ഏകദേശം രാത്രിയായി. ഇപ്പോൾ എന്തെങ്കിലും ഫുഡ് കഴിക്കാമെന്ന് വിചാരിച്ചിട്ട് നമ്മൾ നേരെ പിസ്സ ഹട്ടിലോട്ടാണ് കയറിയത്. അപ്പോൾ പിസ്സ ഹട്ടിൽ, അതായത് ആ ഒരു സ്ട്രീറ്റിൽ തന്നെ ഉള്ള സ്ഥലമാണ്, സ്റ്റൈൽ പ്ലസിന് അടുത്ത് തന്നെ ഉള്ള ഒരു പിസ്സ ഹട്ട്. ആ ഒരു സ്റ്റോറിൽ കയറിയിട്ട് ഒരു പിസ്സ പറഞ്ഞു, പിസ്സയും പെപ്സിയും. സോ അതൊക്കെ കഴിച്ചിട്ട് പിന്നീട് യാത്ര തുടരാം എന്നാണ് ഇപ്പോൾ വിചാരിച്ചേക്കുന്നത്. അങ്ങനെ അവിടെ നിന്ന് പിസ്സയും കഴിച്ചിട്ട് നമ്മളിപ്പോൾ നേരെ പോകുന്നത് ചാലയിലോട്ടാണ്. അപ്പോൾ ഇത് പാളയമാണ്, നമ്മുടെ ട്രിവാൻഡ്രത്തിൻ്റെ ഒരു ഐക്കോണിക് ഒരു സ്ഥലമാണ് പാളയം എന്ന് പറയുന്നത്. അപ്പോൾ പാളയം അവിടെ നിന്ന് നേരെ നമ്മുടെ സെക്രട്ടേറിയറ്റിൻ്റെ മുന്നിൽ കൂടെയാണ് പോകുന്നത്. അപ്പോൾ നമ്മൾ ട്രിവാൻഡ്രംകാർക്ക് ഒരിക്കലും ഏത് വിശേഷ സംഭവങ്ങളൊന്നെങ്കിലും ഒഴിച്ചുകൂടാൻ പറ്റാത്ത ഒരു സ്ഥലമാണ് ചാല മാർക്കറ്റ് എന്ന് പറയുന്നത്. അതിപ്പോൾ ഓണമായാലും വിഷു ആയിരുന്നാലും അല്ലെങ്കിൽ ദീപാവലി ആയിരുന്നാലും ക്രിസ്മസ് ആയിരുന്നാലും, ഇപ്പം ട്രിവാൻഡ്രത്ത് ഏതൊക്കെ ആഘോഷങ്ങൾ വന്നു കഴിഞ്ഞാലും ഏറ്റവും കൂടുതൽ തിരക്കുണ്ടാകുന്ന ഒരു സ്ഥലം എന്ന് പറയുന്നത് ചാല ബസ്സാണ്. അവിടെ മൊത്തത്തിൽ ഒരു ഹോൾസെയിൽ ഏരിയ ആണ്. വെജിറ്റബിൾ ആയിരുന്നാലും അല്ലെങ്കിൽ മറ്റ് സാധനങ്ങളായിരുന്നാലും, ഡെക്കറേറ്റീവ് സാധനങ്ങളായിരുന്നാലും, ക്രിസ്മസിൻ്റേതായിട്ടുള്ള സാധനങ്ങളായിരുന്നാലും, പടക്കങ്ങളായിരുന്നാലും, എന്തായിരുന്നാലും ആ ഒരു സീസൺ വരുമ്പോഴത്തേക്കും എല്ലാം ഒരു ഹോൾസെയിൽ മാർക്കറ്റായിട്ട് അവിടെ ഭയങ്കര ലൈവാണ്. അതുകൊണ്ട് തന്നെ നമ്മൾക്ക് ട്രിവാൻഡ്രത്തുള്ള എല്ലാവരും എല്ലാ വിശേഷ സമയങ്ങളിലും ആശ്രയിക്കുന്ന ഒരു മാർക്കറ്റാണ് ചാല മാർക്കറ്റ്. ഇപ്പോൾ നമ്മൾ പോയിക്കൊണ്ടിരിക്കുന്നത് സെക്രട്ടേറിയറ്റിൻ്റെ മുന്നിൽ കൂടെയാണ്. അങ്ങനെ നമ്മൾ ഈസ്റ്റ് ഫോർട്ട് എത്തി. ഇപ്പോൾ ഈസ്റ്റ് ഫോർട്ട് അത്യാവശ്യം നല്ലൊരു സ്പോട്ടാണ് രാത്രി വരാനായിട്ട്. അതായത് രാത്രി നമുക്ക് ആ പത്മനാഭസ്വാമി ക്ഷേത്രത്തിൻ്റെ ആ ഒരു ഭാഗത്തു നിന്ന് കറങ്ങി നടക്കാനും ഒക്കെ അടിപൊളി ഒരു വൈബുള്ളൊരു സ്ഥലമാണ്. നൈറ്റ് നോക്കുവാണെങ്കിൽ ഈസ്റ്റ് ഫോർട്ട് ഒരുപാട് ഈസ്റ്റ് ഫോർട്ട് ആ കോട്ടയ്ക്കകത്ത്, അതായത് കോട്ടയ്ക്കകം എന്ന് പറയും, ആ ഒരു പ്രദേശത്തൊക്കെ ഒരുപാട് ഹിഡൻ സ്പോട്ടുകളൊക്കെ ഉണ്ട് ഫുഡ് കഴിക്കാൻ വേണ്ടിയിട്ട്. വെജിറ്റേറിയൻ ഫുഡ്സ് അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ കഴിക്കാൻ വേണ്ടിയിട്ടുള്ള ഒരുപാട് സ്പോട്ടുകളുണ്ട്. അപ്പോൾ നമ്മൾ നേരെ ഇപ്പോൾ എത്തിയിരിക്കുന്നത് ഈസ്റ്റ് ഫോർട്ടാണ്. വെട്ടിമുറിച്ച കോട്ട അതിൻ്റെ മുന്നിലെത്തി. ഇതിൻ്റെ അവിടെ ഒരു രാമേന്ദ്രമുണ്ട്. അപ്പോൾ രാമചന്ദ്രൻ എന്ന് പറഞ്ഞിട്ടുള്ള ഷോപ്പിൻ്റെ അവിടെ എവിടെയെങ്കിലും ഒരു സ്പേസ് ഉണ്ടാകും. അവിടെ എവിടെയെങ്കിലും വണ്ടി പതുക്കെ ഒന്ന് പാർക്ക് ചെയ്തിട്ടിട്ട് നമ്മൾ പതുക്കെ നടന്ന് ചാലയിലോട്ട് പോകാൻ വേണ്ടി തീരുമാനിച്ചിരിക്കുന്നു. അപ്പോൾ ഒരു സ്ഥലത്ത് ഇതുപോലെ വണ്ടി ഇട്ടു. രാമേന്ദ്ര ആ ഒരു ഷോപ്പിൻ്റെ തൊട്ട് അടുത്തായിട്ട് ഒരു സ്ഥലം കിട്ടി. അവിടെ ജസ്റ്റ് വണ്ടി പാർക്ക് ചെയ്തിട്ട് ഇപ്പം ചാല മാർക്കറ്റിനകത്തോട്ട് നടക്കുകയാണ്. ഇതൊരു വലിയൊരു ഏരിയ ആണ്. അതായത് ഇപ്പോൾ ഈ കാണുന്ന, നമ്മൾ ഈ റോഡിൻ്റെ 2 സൈഡ് കാണുന്ന സ്ഥലങ്ങളിൽ ഒരു 80%
സ്റ്റോറുകളെന്ന് പറയുന്നത് ഹോൾസെയിൽ സ്റ്റോറുകളാണ്. അതിപ്പോൾ എണ്ണ ഹോൾസെയിൽ കൊടുക്കുന്ന കടകളുണ്ട്, അതുപോലെ ഈ വിങ്ങനെ സാധനങ്ങൾ ഹോൾസെയിൽ കൊടുക്കുന്ന സ്ഥലങ്ങളുണ്ട്. തൈര്, വെജിറ്റബിൾസ്, ഇതൊക്കെ ഇപ്പോൾ തൈര് ആണെങ്കിൽ തൈര് മാത്രം നല്ല കട്ടി തൈരൊക്കെ ഹോൾസെയിൽ കൊടുക്കുന്ന ഷോപ്പുകളൊക്കെ ഇവിടെയുണ്ട്. അപ്പം ട്രിവാൻഡ്രത്തെ കല്യാണങ്ങൾ, അതുപോലെ വിശേഷ സ്ഥലങ്ങൾ ഒക്കെ ബൾക്ക് പർച്ചേസിങ്ങിനൊക്കെ വരുന്നത് ഇവിടെയാണ്. അപ്പോൾ നമ്മൾ ഇവിടെ നിന്ന് നേരെ നടക്കുമ്പോൾ തന്നെ ഇപ്പോൾ ഒരുപാട് ഷോപ്പുകൾ കാണാൻ പറ്റും. സ്റ്റീൽ പാത്രങ്ങളുടെ ഷോപ്പുകൾ, അതുപോലെ തന്നെ പൂക്കടകൾ, അങ്ങനെ ഒരുപാട് ഷോപ്പുകൾ കാണാൻ പറ്റും. അങ്ങനെ ഒരു സ്റ്റോറിലാണ് നമ്മൾ കയറിയത്. അപ്പോൾ ആ ഷോപ്പിൽ അത്യാവശ്യം നല്ല രീതിയിലുള്ള കളക്ഷൻസും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു. പക്ഷേ വീഡിയോ എടുക്കുന്നതിലൂടെ അവർക്കൊരു ഡിസ്കംഫർട്ട് ആയതുകൊണ്ട് തീർച്ചയായും അതിനകത്തുനിന്ന് വീഡിയോ ഒന്നും എടുത്തിട്ടില്ല. അപ്പോൾ അവിടെ നിന്ന് മാക്സിമം സാധനങ്ങളൊക്കെ വാങ്ങിച്ചിട്ട് നമ്മൾ ജസ്റ്റ് പുറത്തോട്ട് ഇറങ്ങി. നല്ലൊരു ഷോപ്പായിരുന്നു, ഒരുപാട് കളക്ഷനൊക്കെ ഉള്ളൊരു ഷോപ്പായിരുന്നു. അങ്ങനെ നമ്മുടെ ആവശ്യത്തിനുള്ള സാധനങ്ങളൊക്കെ കിട്ടിയിട്ടുണ്ട്. ഒരു ക്രിസ്മസ് ട്രീ, പിന്നെ ഒരു സ്റ്റാർ, പിന്നെ അതിൻ്റെ അലങ്കരിക്കുന്ന സാധനങ്ങളൊക്കെ നമ്മൾ വാങ്ങിച്ച് തിരിച്ച് നമ്മൾ വണ്ടിയിലോട്ട് നടക്കുവാണ്. അപ്പം നമ്മൾ വാങ്ങിച്ച സാധനങ്ങളും കാര്യങ്ങളൊക്കെ നമുക്ക് അടുത്ത വീഡിയോയിൽ കാണാം. അപ്പോൾ നമ്മൾ ഒരു പുൽക്കൂടൊക്കെ ഉണ്ടാക്കി, അപ്പോൾ ഇതൊക്കെ വെച്ചിട്ട് അലങ്കരിച്ച് അങ്ങനെ ഒരു ക്രിസ്മസിൻ്റെ ആ ഒരു വൈബിലോട്ടൊന്ന് പോകാൻ പോവാണ്. അപ്പോൾ അങ്ങനെയുള്ള അടുത്ത വീഡിയോസൊക്കെ അങ്ങനത്തെ വീഡിയോസ് ആയിരിക്കും. അപ്പോൾ മറ്റൊരു വീഡിയോ നമ്മൾ കാണാം. അതുവരേക്കും ബൈ.